റിക്കാർഡോ കലഫിയോറി കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത് 22കാരനായ ഈ ഇറ്റാലിയൻ യുവ സെൻറ്റർ ബാക്ക് ആയിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കലഫിയോറിയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. ആർസണൽ തന്നെയായിരുന്നു ഫ്രണ്ട് റണ്ണേഴ്സ്. പക്ഷേ മറ്റ് ചില ക്ലബ്ബുകളുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഒടുവിൽ ആർസണൽ തന്നെ കലഫിയോറിയെ സ്വന്തമാക്കുകയായിരുന്നു. റിക്കാർഡോ കലഫിയോറിയെ ആർസണൽ എന്തിനാണ് സൈൻ ചെയ്തത്? പ്രത്യേകിച്ച് ഇത്രയും മികച്ച ഡിഫൻസ് ഉള്ള ഒരു ടീം. കാരണം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ പ്രീമിയർ ലീഗിൽ വഴങ്ങിയൊരു ടീമാണ് ആർസണൽ. വില്യം സാലിബയും പിന്നെ ഗബ്രിയൽ മെഗലസും ബെൻ വൈറ്റും ജൂറിയൻ ടിംബറും കിവിയോറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മികച്ച ഡിഫൻസീവ് ലൈനപ്പ് ഉള്ള ഒരു ടീം വീണ്ടും ഒരു സെൻറ്റർ ബാക്കിനെ അല്ലെങ്കിൽ ഒരു ഡിഫൻഡറെ പ്രൈം ടാർഗറ്റായി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? മൈക്കിൾ ആർട്ടേറ്റയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വളരെ സജീവമായി തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നിരീക്ഷണമായിട്ട് പറയുന്നത്, ആർസണലിന്റെ ലെഫ്റ്റ് ഫ്ലാങ്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ റൈറ്റ് ഫ്ലാങ്കിനെ അപേക്ഷിച്ച് ലെഫ്റ്റ് ഫ്ലാങ്കിൽ ആർസണലിന് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കുറച്ച് വീക്ക് ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം അതുകൂടി മറികടക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം വെച്ച് തന്നെയാണ് റിക്കാർഡോ കലഫിയോറിയെ ആർസണൽ കൊണ്ടുവന്നിരിക്കുന്നത്. റിക്കാർഡോ കലഫിയോറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാം. ഒന്ന്, അദ്ദേഹം ബേസിക്കലി ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു, പിന്നീട് സെൻറ്റർ ബാക്കായി മാറിയ പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ ബൊളോണിയയിൽ എത്തിയപ്പോഴാണ്, സ്വിസ് ക്ലബ്ബ് FC ബേസിൽ നിന്ന് ബൊളോണിയയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ലെഫ്റ്റ് ബാക്കിൽ നിന്ന് സെൻറ്റർ ബാക്കായി മാറിയത്. ബൊളോണിയയുടെ കോച്ച്, ഇപ്പോൾ യുവന്റസിന്റെ കോച്ചായ തിയാഗോ മോട്ടയാണ് കലഫിയോറിയെ പുതിയ റോളിൽ നിയോഗിച്ചത്. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആയി മാറി. ബൊളോണിയ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പാണെങ്കിൽ അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിലും തിളങ്ങിയ ഒരു താരമാണ്. റോമയുടെ ഗ്രാജുവേറ്റ് ഒക്കെയാണ്, റോമ അക്കാദമി ഗ്രാജുവേറ്റ് ഒക്കെയാണ്. അതിനിടെ ചെറിയൊരു പരിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ തിരിച്ചു വരാൻ പറ്റി, മികച്ചൊരു രീതിയിൽ തിരിച്ചു വരാനൊക്കെ പറ്റി. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു താരമാണ് റിക്കാർഡോ കലഫിയോറി. അപ്പം ആർസണലിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ റൈറ്റ് ഫ്ലാങ്കിൽ ശരിക്കും ആർസണൽ എന്ന് പറഞ്ഞ ഒരു തീയായിരുന്നു, ഒരു മാജിക് ആയിരുന്നു. പ്രത്യേകിച്ച് ബെൻ വൈറ്റും സാക്കയും ഒഡേഗാർഡും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. ആർസണലിന്റെ ഒരു 41% വരുന്ന മുന്നേറ്റങ്ങൾ കഴിഞ്ഞ സീസണിൽ പിറന്നത് റൈറ്റ് ഫ്ലാങ്കിലായിരുന്നു. ബെൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബേസിക് ഡ്യൂട്ടിയായ ഡിഫൻസ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോൾ മൂവ് ചെയ്ത് കൗണ്ടർ അറ്റാക്കുകളൊക്കെ നടത്താൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോൾ മൂവ്മെന്റ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം ആർസണലിനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2 താരങ്ങളാണ് ലെഫ്റ്റ് ബാക്കുകളായിട്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ സീസണിൽ ആർസണലിന് വേണ്ടി കളിച്ചത്. ഒന്ന് കിവിയോറാണ്, പിന്നെ മറ്റൊന്ന് സിൻചെങ്കോ. ജൂറിയൻ ടിംബർ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റതിനെ തുടർന്ന് ഈ 2 താരങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ലെഫ്റ്റ് ബാക്കായിട്ട് ആർസണലിന് വേണ്ടി കളിച്ചത്. ഇതിൽ സിൻചെങ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിൻചെങ്കോ മികച്ച ഒരു ഒഫൻസീവ് മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയറാണ്. കൃത്യമായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനും പിന്നെ ക്രോസുകൾ കൊടുക്കാനൊക്കെ മിടുക്കനായ ഒരു പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒഫൻസീവ് മൈൻഡ് സെറ്റിന് നേർ വിപരീതമാണ് പലപ്പോഴും ഡിഫൻസ് എന്നുള്ള ഒരു സംഭവം. അതായത് ഡിഫൻസിൽ അദ്ദേഹത്തിന് ചില സമയങ്ങളിലൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളുണ്ടായിരുന്നു. ഡിഫൻസിൽ ചില മിസ്റ്റേക്സ് ഒക്കെ സിൻചെങ്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒഫൻസീവായി നോക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ കിവിയോറെ കുറിച്ച് പറയുകയാണെങ്കിൽ, കിവിയോർ ഡിഫൻസിൽ വളരെ ഇമ്പാക്റ്റ് ആണ്, മികച്ച ഡിഫൻഡറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒഫൻസീവ് മൈൻഡ് സെറ്റിൽ ഒരു അറ്റാക്കിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം പിന്നിലാണ് കിവിയോർ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ 2 താരങ്ങളുടെയും പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന കലഫിയോറി. കലഫിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മികച്ച രീതിയിലുള്ള റീഡിംഗ് ഒക്കെ ഉള്ള, നല്ല വിഷനൊക്കെയുള്ള ഒരു പ്ലെയറാണ്. ഒന്ന് നല്ല ഹൈറ്റ് ഉണ്ട്, 6 അടി 2 ഇഞ്ച് ഉയരമുള്ളൊരു പ്ലെയറാണ്. അതുകൂടാതെ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. എന്നാൽ ഡിഫൻസിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല. കഴിഞ്ഞ യൂറോ കപ്പിൽ നമ്മൾ കണ്ടതാണ് ഇറ്റലിയുടെ ഒരു പെർഫോമൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കാരണം അതായത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരെന്ന് പറഞ്ഞാണ് ഇറ്റലി കഴിഞ്ഞ യൂറോ കപ്പിന് വന്നത്. പക്ഷേ അതിൽ ആകെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കലഫിയോറി മാത്രമായിരുന്നു. കലഫിയോറിയുടെ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രകടനം, അതിനു മുമ്പുള്ള 2 മത്സരങ്ങളും മാജിക്കലായുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു കലഫിയോറിയുടെ ഭാഗത്ത് നിന്ന്. ഇറ്റലി അവസാന നിമിഷം, സ്റ്റോപ്പേജ് ടൈമിന്റെ അവസാന നിമിഷം ഗോൾ നേടിയപ്പോൾ ആ ഗോളിന് വഴിയൊരുക്കിയത് കലഫിയോറി ആയിരുന്നു. ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ ഉതിർക്കാൻ വളരെ മിടുക്കനാണ്. അതുകൂടാതെ തന്നെ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏരിയൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ ടാക്ലിംഗ് ആണെങ്കിലും ഇന്റർസെപ്ഷൻസ് ആണെങ്കിലും ഇതിലൊക്കെ വളരെ ഒരു മികവ് പുലർത്തുന്ന ഒരു പ്ലെയറാണ്. ബോൾ റിക്കവറിയിൽ
നല്ല രീതിയിൽ ബോൾ റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയറാണ് കലഫിയോറി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു മോഡേൺ ആയുള്ള ഒരു വേഴ്സിറ്റൈൽ ഡിഫൻഡറാണ് റിക്കാർഡോ കലഫിയോറി. വളരെ പ്രോമിസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഫിയോറി വരുമ്പോൾ അദ്ദേഹത്തെ മിക്കവാറും ആർട്ടേറ്റ ലെഫ്റ്റ് ബാക്ക് എന്നുള്ള ആ ഒരു റോളിലായിരിക്കും അദ്ദേഹത്തെ നിയോഗിക്കുക. പിന്നെ ആർസണൽ ഒട്ടനവധി താരങ്ങളുണ്ട്, വിവിധ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഡിഫൻഡേഴ്സ്. ഇപ്പോൾ സെൻറ്റർ ബാക്കുകളായിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സാലിബ ആണെങ്കിലും ബെൻ വൈറ്റ് ആണെങ്കിലും ഇവരൊക്കെ വളരെ ഫ്ലെക്സിബിളായുള്ള പ്ലേയേഴ്സാണ്. അതുകൂടാതെ തന്നെ ജൂറിയൻ ടിംബറിന് വിങ് ബാക്ക് ആയിട്ടും അതുകൂടാതെ തന്നെ സെൻറ്റർ ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർസണലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർസണലിന് ഒരു മാരത്തൺ ലൈനിൽ കളിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ആണെങ്കിലും അതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ചെറിയ വ്യത്യാസത്തിനാണ് കിരീടം നഷ്ടമായത്. കഴിഞ്ഞ സീസൺ 2 പോയിന്റിനും അതിന് മുമ്പത്തെ സീസണിൽ വെറും 5 പോയിന്റിനുമാണ് കിരീടം നഷ്ടമായത്. അപ്പോൾ ഒരു മാരത്തൺ എഫക്റ്റിൽ കളിക്കേണ്ടതുണ്ട്. കളിക്കാരുടെ പരിക്കാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, സ്റ്റെബിലിറ്റി ഇതൊക്കെ ബാധിക്കും. അപ്പോൾ അതൊക്കെ മറികടക്കാൻ പറ്റിയ രീതിയിൽ ഡിഫൻസ് ഏറ്റവും ഇൻടാക്റ്റ് ആക്കി വെക്കുക, ആ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് റിക്കാർഡോ കലഫിയോറിയെ കൊണ്ടുവന്നത് വഴി ആർസണൽ ലക്ഷ്യമിടുന്നത്. എന്തായാലും റിക്കാർഡോ കലഫിയോറിയുടെ ആർസണലിലേക്കുള്ള പ്രവേശനം വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇറ്റലി എന്ന് പറയുമ്പോൾ തന്നെ ഡിഫൻസിന് പേര് കേട്ട ഒരു ടീമായിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം വളരെ ലെഗസി ഉള്ള ഒരു ടീമാണ്. മാൽഡീനി ആണെങ്കിലും അതിനുശേഷം കന്നവാരോ, നെസ്റ്റ, സെംബ്രോട്ട, പിന്നെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കില്ലീനി, ബൊനൂച്ചി സഖ്യം. അപ്പം ആ ഒരു രീതിയിൽ അതിനു മുമ്പാണെങ്കിൽ ബറേസി പോലുള്ള താരങ്ങൾ, അപ്പം കറ്റനാച്ചിയ എന്ന് പറയുന്ന അവരുടെ ഡിഫെൻസീവ് ടാക്ടിക്സ് ഒക്കെ വളരെ ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇറ്റലി പക്ഷേ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ ഇറ്റലിയുടെ ഡിഫൻസ് അല്ലെങ്കിൽ ഇറ്റലിയുടെ ഡിഫൻഡേഴ്സ് ഒന്നും വളരെ അത്ര ആ ഒരു പഴയ ഒരു പ്രതാപത്തിൻ്റെ ഒരു നിഴൽ ആയിപ്പോയി എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ ജനറേഷനിലാണെങ്കിൽ ഏറ്റവും പ്രോമിസിംഗ് ആയുള്ള ഒരു ഡിഫൻഡർ കലഫിയോറിയാണ്. കലഫിയോറിയും ബസ്റ്റോണിയാണ് നമുക്ക് ആ ലെവലിൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കലഫിയോറി വരുന്നത് ഇറ്റാലിയൻ ടീമിനും വലിയ ഗുണം ചെയ്യും. കാരണം ആർസണലിലേക്കുള്ള കലഫിയോറിയുടെ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലേക്കുള്ള റിക്കാർഡോ കലഫിയോറിയുടെ ഒരു പ്രവേശനം ഇറ്റാലിയൻ ടീമിനും വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗാണ് എല്ലാം. കാരണം ലോകത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ലീഗ് പ്രീമിയർ ലീഗാണ്. ഇറ്റാലിയൻ ലീഗ് 90കളിലൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇറ്റാലിയൻ താരങ്ങൾ പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് അസൂറികൾക്കും ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. എന്തായാലും അപ്പം ഈ ഒരു റിക്കാർഡോ കലഫിയോറിയുടെ ഒരു പ്രവേശനം ഇത്തവണ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ആർസണലിൻ്റെ കാര്യത്തിൽ എന്നാണ് കരുതുന്നത്. അത് കൂടാതെ തന്നെ ഇറ്റലിക്കും ഇതൊരു ശുഭകരമായ വാർത്തയാണ്.